ദൈവതിരുനാമത്തിന് മഹത്വം. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഒരിടത്തരം കർഷക കുടുംബത്തിൽ 3 പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ഞാൻ ജനിച്ചു. എൻ്റെ ഭവനത്തിൽ ഒരു മദ്യപാനമോ കലഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാതാപിതാക്കൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാമാണ് എൻ്റെ മാതാപിതാക്കൾ വളർത്തിയത്. എന്നാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു കലഹക്കാരിയായിരുന്നു. എത്ര സമാധാനത്തോടെ വന്നിരുന്നാലും അവസാനം ഞാനത് കലഹമാക്കി തീർക്കും. അത്രത്തോളം തൻ്റെ ഇടവും അഹങ്കാരിയുമായിരുന്നു ഞാൻ എൻ്റെ ഭവനത്തിൽ. എൻ്റെ 3 പേരിലും ഞാനായിരുന്നു എൻ്റെ ഭവനത്തിൽ തികഞ്ഞ അഹങ്കാരിയായി. ഏറ്റവും കഠിനമായി എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കും, കർശനമായി അവരോട് ഇടപെടും. ഇതെല്ലാം എൻ്റെ പിതാവ് ഒരു പരിധി വരെ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ വളരുന്നതനുസരിച്ച് ആ സ്വഭാവവും എന്നിൽ വളർന്നുകൊണ്ടിരുന്നു. ഞാൻ ആർക്കും കീഴ്പ്പെടുന്ന ഒരു പ്രകൃതമായിരുന്നില്ല. ആരോടും എന്തും പറയാൻ എനിക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. അവർ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഞാനത് ചൂണ്ടിക്കാണിച്ചതെന്ന് ഒരു ന്യായീകരണം എൻ്റെ മനസ്സിലപ്പോഴുണ്ടായിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരുണയുള്ള കർത്താവ് എന്നെ തള്ളിക്കളയാതെ എൻ്റെ യൗവനകാലത്ത് സത്യവചനം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അവൻ എൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. എൻ്റെ വിവാഹം, എൻ്റെ ജോലി എല്ലാം സ്വർഗത്തിലെ ദൈവം നടത്തി തന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം എൻ്റെ വിവാഹശേഷം മുടങ്ങിപ്പോയിരുന്നു. അന്ന് എനിക്ക് ലോകപ്രകാരം ജീവിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആഗ്രഹവും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ യേശുവില്ലാതെ എനിക്കൊരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. വീണ്ടും എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലേക്ക് ഞാൻ കടന്നു വന്നു. സത്യവചനം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സകല പാവങ്ങളും ഓരോന്നോരോന്നായി എനിക്ക് കാണിച്ചു തന്നു. അതെല്ലാം ഏറ്റുപറയാൻ, എൻ്റെ മാതാപിതാക്കളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുവാൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജോലിയോടനുബന്ധിച്ച് ഞാൻ പല സാധനങ്ങളും എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതെല്ലാം തിരികെ കൊടുക്കുവാൻ, അതിന് നീക്കുപോക്ക് വരുത്തുവാനെല്ലാം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മൂവാറ്റുപുഴ ദേശത്തേക്കെല്ലാം താമസമാക്കി. എൻ്റെ ഭർത്താവ് ഡെൻകെയർ ജോലിക്ക് വന്നു. ഞങ്ങളേറെ സമാധാനത്തോടും സന്തോഷത്തോടും ദൈവവേലയോടെല്ലാം ചേർന്ന് നിൽക്കുന്ന സമയത്താണ് കൊറോണ വരികയും കൂട്ടായ്മ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാവുകയെല്ലാം ചെയ്തത്. എന്നാൽ ആ കാലങ്ങളിലെല്ലാം ഞാൻ പകച്ചുപോയി. ഇനി എന്തു ചെയ്യും? എല്ലാം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതാണ്. എന്നാൽ എൻ്റെ യേശു അപ്പ, വചനമില്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ എനിക്കൊരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുകയില്ല. കാരണം എൻ്റെ പഴയ സ്വഭാവങ്ങൾ, സിനിമ, സീരിയൽ, വാശി, വൈരാഗ്യം, പലരോടുമുള്ള വിദ്വേഷം, മുൻവിധികൾ, ഇതെല്ലാം പയ്യെ പയ്യെ പൊങ്ങി വരും. അതെല്ലാം ഓർത്തിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫോണിലൂടെ ഞാൻ പവർ വിഷൻ ടി വിയിലെല്ലാം മെസ്സേജ് വെച്ച് കേട്ടുകൊണ്ടിരുന്നു. എൻ്റെ ആളത്തം വചനമില്ലാതെ എനിക്കൊരടി പോലും വയ്ക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഇവിടെ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ഇവിടെ വരുവാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഭർത്താവ് പോകുന്നതിനോട് എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ 100% സന്തോഷവതിയായിരുന്നു. കാരണം ഒരു മനസാന്തരം എൻ്റെ ഭർത്താവിന് വേണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വചനമില്ലാതെ പറ്റുകയില്ല എന്നെല്ലാം. എന്നാൽ കൃപയാൽ എൻ്റെ കർത്താവ് ഈ അഹങ്കാരിയായ എന്നെയും ഈ വിശുദ്ധിയുടെ രംഗത്തേക്ക് എന്നെ ചേർത്ത് നിർത്തി. ഇവിടെ ആദ്യമേ വന്നിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനും എൻ്റെ ഹൃദയം തകരുവാനും വീണ്ടും ഒരു ശുദ്ധീകരണ പാതയിലൂടെ എന്നെ നടത്തി. മനുഷ്യനിലേക്ക് നോക്കിയുള്ള, മനുഷ്യനെ പ്രീതിപ്പെടുത്തിയുള്ള എൻ്റെ സ്വഭാവങ്ങളെല്ലാം എനിക്ക് വീണ്ടും കാണിച്ചു തരുവാനും അതെല്ലാം യേശുവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റുപറയുവാനെല്ലാം എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ ഞാൻ എൻ്റെ ജോലിയെല്ലാം നിർത്തി വീട്ടിലിരിക്കുന്ന സമയം ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു, 5,000 രൂപ മാസം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരുന്നില്ല. മറ്റൊന്നിനുമല്ല, എൻ്റെ തക്കതുണ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ യാചിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരും. എൻ്റെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കൊന്നും അറിയില്ല, എന്നാൽ എൻ്റെ ഭർത്താവ് എല്ലാം നടത്തും. എന്നാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ദൈവവേലയ്ക്ക് പോകണം, ദൈവവേലയ്ക്ക് കൊടുക്കണം. കാരണം പലപ്പോഴും ഞാൻ ദൈവവേലയ്ക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ട് തുറന്ന് പറഞ്ഞാൽ എനിക്കറിയാം, 100 രൂപ വണ്ടിക്കൂലിക്ക് കൊടുത്തു വിട്ടാൽ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, 2-3 പേര് ഒന്നിച്ച് ബസ്സിൽ കയറിയാൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ വണ്ടിക്കൂലിക്കിട്ട് എടുക്കാൻ ടിക്കറ്റ് ഉണ്ടാകുകയില്ല. ഞാൻ ഓർക്കും, ദൈവമേ, കണ്ടക്ടർ ഫ്രണ്ടിൽ നിന്ന് വന്നായിരുന്നെങ്കിൽ ആ ദൈവമക്കൾ ആ ടിക്കറ്റ് എടുക്കുമായിരുന്നു എന്ന്. അങ്ങനെയെല്ലാം ഞാൻ ഏറെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ ആഗ്രഹവും എനിക്ക് നടത്തി തന്നു. ഈ സ്ഥാപനത്തോട് ചേർന്ന് ജോലി എനിക്ക് ലഭിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേക രോഗസൗഖ്യങ്ങൾ എൻ്റെ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു പ്രിയരെ. എനിക്ക് 2 വള്ളിയുള്ള ചെരുപ്പ് എനിക്കെടുക്കാൻ ഇടാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ അനേകർ പറഞ്ഞു അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം, കീറിക്കളയണമെന്ന്. എന്നാൽ എനിക്കന്നത്തെ സാഹചര്യം കൊണ്ട് അത് സാധിക്കുമായിരുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, നിനക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ഈ കാലിൻ്റെ മുഴ മാറ്റുവാനും നിനക്ക് കഴിയുമെന്ന്. 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും എനിക്കറിയില്ല പ്രിയരെ. പിന്നീട് ഒരിക്കൽ നോക്കിയപ്പോൾ ഒരു സഹോദരി ചോദിക്കുമ്പോഴാണ് ഞാൻ നിൻ്റെ കാലിലെ മുഴ എന്തെന്ന് വയ്ക്കുമ്പോൾ ആ മുഴ പിന്നീട് ഞാൻ കണ്ടില്ല പ്രിയരെ. എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഏറെ ഭാരവും വേദനയും
എന്തോ ഒരു 100 ടൺ ഭാരം എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കുറേ പ്രാവശ്യം ബൈബിളെല്ലാം 103 സങ്കീർത്തനം 32 സങ്കീർത്തനം എല്ലാം എടുത്ത് ഞാൻ വായിച്ചു. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം മാറിപ്പോകുന്നില്ല. ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ ഞാൻ ഓർത്തു ആ സമയം കൂടി ഇരുന്ന് ഞാൻ വചനം വായിക്കുമെന്ന്. ഞാൻ ഈ ലാബിലിരുന്ന് ഞാൻ വചനം കുറേ വായിച്ചു പ്രിയരെ. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ആ ഭാരം മാറിപ്പോകുന്നില്ല. ഒരു ആശ്വാസമെല്ലാം കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിന് ഒരു ഭാരം. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ഓടിച്ചെന്ന് ഞാൻ സ്റ്റെപ്പിൽ ഓടിച്ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുവേ, എന്നെ ഒന്ന് പ്രാർത്ഥിച്ചയക്കണം കേട്ടോ എന്ന്. ചിലപ്പോഴൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അന്ന് ഞാൻ കർത്താവിനോട്, എൻ്റെ യേശു അപ്പാ എന്നെ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഉള്ളു തുറന്ന് എൻ്റെ കാര്യങ്ങൾ എൻ്റെ യേശുവിനോടൊന്ന് പറയാൻ എനിക്കൊരു അവസരം തരണം കേട്ടോ എന്ന് ഞാൻ ഓടിയ സ്റ്റെപ്പ് കയറി കഥച്ചെന്ന് അവിടെ ചെന്ന് കുറേ ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എഴുന്നേൽക്കാൻ നേരത്തെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയരെ, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ആ വേദന, ഞാൻ എൻ്റെ നൊമ്പരങ്ങളൊന്നും ഞാൻ വേറെ ആരോടും തുറന്നു പറഞ്ഞില്ല. എന്നാൽ എൻ്റെ കർത്താവിനോട് ഞാൻ അത് ഏറ്റു പറഞ്ഞു. എൻ്റെ യേശു അപ്പാ, ഈ ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ട് കർത്താവേ, വേദനയുണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ കർത്താവേ, നീ അതെനിക്ക് കാണിച്ചു തരണം. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം, എൻ്റെ യേശുവിൻ്റെ വേല ചെയ്യണം. ഈ ഭൂമിയിലെ എല്ലാം എൻ്റെ കർത്താവ് തന്നു, എനിക്ക് തക്ക തുണയെ തന്നു, 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. ഇതിലൊന്നുമല്ല, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ഉള്ളതിനാൽ ഞാൻ ഇന്ന് ഭാഗ്യവതിയാണ്. അതായ യേശുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുവാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത്. പലപ്പോഴും ഞാൻ വീണു പോകുന്ന പ്രകൃതമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മീറ്റിങ്ങിൽ കേട്ടു, നമ്മൾ കീഴ് ജീവനക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും മാതൃകയായി ജീവിക്കണമെന്നും എല്ലാം. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും കർശനമായി സംസാരിക്കുന്നവളും എല്ലാമാണ്. എന്നാൽ ഞാൻ ഓടി വന്ന് അപ്പോഴെല്ലാം എൻ്റെ യേശുവിൻ്റെ വചനം എടുത്തുകൊണ്ട് പറയും, കർത്താവേ, തെറ്റിപ്പോകാതെ എന്നെ നിർത്തിക്കൊള്ളണം കേട്ടോ, ഒരു വാക്കിൽ പോലും തെറ്റ് പറ്റരുത്, ആരെയും മുറിപ്പെടുത്തരുത്. എൻ്റെ കർത്താവേ, എന്നെ കണ്ടുകൊണ്ട് എൻ്റെ ചുറ്റുപാട് സമാധാനമില്ലാത്ത അനേകരുണ്ട് കർത്താവേ, അവരെല്ലാം യേശുവിങ്കിലേക്കൊന്ന് അടുപ്പിക്കുവാൻ, യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സമാധാനമുണ്ട്. ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടായിട്ടല്ല. ഒരിക്കലും ഒരു കാലത്ത് എൻ്റെ ഭർത്താവ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ സഹോദരങ്ങളും കൂടപ്പിറപ്പുകൾക്കെല്ലാം ഉന്നതരാണല്ലോ, നീ നിൻ്റെ ചേച്ചിക്ക് മാത്രം എന്താണ് ഒന്നുമില്ലാത്തതെന്ന്. എന്നാ കാലങ്ങളിൽ, എന്നാൽ ഇന്ന് ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയും, ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഈ ലോകത്തിൽ ആരും എൻ്റെ കൂടപ്പിറപ്പുകൾ അനുഭവിക്കുന്നില്ല പ്രിയരെ. ഇന്ന് ഞങ്ങൾ രക്ഷ അനുഭവിക്കുന്നു. ഇന്ന് ഞങ്ങൾ കുടുംബമായി ചേരുമ്പോൾ, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും ചേരുമ്പോൾ ഇന്ന് കുടുംബം സ്വർഗമാണ് പ്രിയരെ. ഇന്ന് സന്തോഷിച്ചാർത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. മുമ്പിൽ ഒന്നും കണ്ടുകൊണ്ടല്ല, ഒരു ബാങ്ക് ബാലൻസ് മുന്നിൽ കണ്ടുകൊണ്ടല്ല, എൻ്റെ യേശു തരുന്ന സമാധാനം ഇന്ന് എനിക്ക് പ്രിയമാണ്. എപ്പോഴും വചനത്തിന് പോവുക, എല്ലാ ദിവസവും വചനത്തിന് പോവുക, ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയില്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുക, അവൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്നതാണ് ഇന്ന് ഏറ്റവും പ്രമോദം പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഇനി ഉള്ളൂ, അന്ത്യം വരെയും എൻ്റെ യേശുവിന് വേണ്ടി ഓടണം, എന്നിലൂടെ കണ്ടിരിക്കുന്ന ആത്മാക്കളെ എനിക്ക് നേടണം. എബ്രായ ലേഖനം 3:12 പറയുന്നു, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അതേ, ഒരു ദുഷ്ടഹൃദയം എന്നിൽ ഒരിക്കലും ഉണ്ടാകാതെ എളിമയും താഴ്മയും ഉള്ളവളായി, മറ്റുള്ളവർക്ക് വിനയപ്പെടുന്നവളായി, ക്രൂസിനെ കാണിച്ചു കൊടുക്കുന്നവളായി, മറ്റുള്ളവർക്കും മാതൃകയായി എൻ്റെ ഓരോ സംസാരങ്ങളും നോട്ടങ്ങളും ചിന്തകളും വിചാരങ്ങളും വസ്ത്രധാരണങ്ങളും മറ്റുള്ളവർക്കും മാതൃകയായി ജീവിക്കുവാൻ എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.